സോ ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. നമ്മളങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോയും കാണുന്നൊന്നുമല്ല. നമ്മൾ റോബ്ലോക്സിൽ ഒരു ഗെയിമാണ് കളിക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ പേര് എക്സിറ്റ് 8 എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുള്ളൂ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഇതിൻ്റെ സിനിമയാണ് കണ്ടേക്കുന്നത്, എക്സിറ്റ് 8 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെ കളിക്കാൻ നോക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളിതെല്ലാം വായിച്ച് നോക്കി മനസ്സിലാക്കിയാൽ മതി, കാരണം എനിക്കിത് കളിക്കാൻ അറിയാം. What do you mean by that? അപ്പോൾ നമുക്ക് നേരെ പ്ലെയിനേക്കാം. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗെയിം ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒന്ന് സ്കിപ്പ് അടിക്കാം. ഗസ് ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഒരുത്തൻ തന്നെ ഇവിടെ നടന്നുകൊണ്ട്. പിന്നെ ആദ്യം തന്നെ ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. ഇതൊരു പ്ലാറ്റ്ഫോമാണ്. എനിക്ക് തോന്നുന്നത് ഇത് പ്ലാറ്റ്ഫോം 8 എന്നാണ് ഈ സംഭവത്തിൻ്റെ പേര്. അപ്പോൾ നമ്മളിവിടുന്ന് എക്സിറ്റ് ആവണം. അപ്പോൾ ഇത് എക്സിറ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു അനോമലി ബേസ്ഡ് ഗെയിമാണ്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കറക്റ്റ് ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഓർഡർ ഉണ്ടോ, ഇതിലിത് ഇത്ര സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, പിന്നെ എന്താ ഇവിടെ ഒരു ഡോറുണ്ട്, പിന്നെ മേളിൽ ഈ സംഭവങ്ങൾ, ഇതെല്ലാം ഒരു ഓർഡറിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതല്ലാണ്ട് നമ്മൾ ഈ ഒരു വരി പോയി കഴിഞ്ഞിട്ട് തിരിച്ച് ഈ വരി തന്നെ വരും. അപ്പോൾ ഇതിനകത്ത് നിന്ന് അബ്നോർമലായിട്ടെന്ന് വെച്ചാൽ ഈ ഓർഡർ മാറി വേറെ രീതിക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ വരി പോകരുത്, തിരിച്ചു പോകണം. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ സിനിമ കണ്ടുള്ള ഇതുള്ളൂ. പിന്നെ ഞാനിപ്പോഴാണ് ഈ ഗെയിം കളിക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ അത് ഇവിടെ ഒരുത്ത് നടന്നു പോകണം നമ്മൾ കണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു പോസ്റ്റർ ഇരിപ്പുണ്ട്, നോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞ്. പിന്നെ ഇവിടെ എന്തോ ഒരു സംഭവം ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെയൊക്കെ എണ്ണം എടുത്ത് വയ്ക്കാം. അവിടെ ഒരു പോസ്റ്ററുണ്ട്. പിന്നെ 1 2 3 4 5 6 7 ഈ സൈഡിൽ 7 ഉണ്ട്. ഇവിടെ ഒരു വൈറ്റ്. ഇതൊക്കെ ഓർത്തിരിക്കണേ ഭയങ്കര പണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഈ ഒരു പ്രേതത്തിൻ്റെ ഈ സംഭവം. പിന്നെ ദേവരുത്തൻ, ഇവൻ എന്തോ സ്പൂണും ബ്രഷും, എന്താണ് ബ്രഷാ പേസ്റ്റോ എന്തൊക്കെ പിടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തോ നൂഡിൽസിൻ്റെ എനിക്ക് തോന്നുന്നു. പിന്നെ എന്തോ ജാപ്പനീസുള്ള എഴുതി വെച്ചതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതെന്തോ ചായേൻ്റെ ആണ്, ഇതെന്തോ കോഫിയാ. പിന്നെ ഇവിടെ ഒരു വൈറ്റ് ബോർഡുണ്ട്. പിന്നെ എന്തോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സെക്യൂരിറ്റി ക്യാമറ ഇൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം എത്ര 7 ഞാൻ എണ്ണിയത്, ഞാൻ തന്നെ മറന്നുപോയി. അവിടെ 1 2 3 പിന്നെ ഇവിടെ 4 5 6 7 ഈ സൈഡ് 7. പിന്നെ എന്താ ഉള്ളത്? അപ്പോൾ ഈ ഒരു പോസ്റ്റർ മൊത്തം 7. ഇതവിടെ നോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞ ഓർണം. പിന്നെ ഇവരുടെ ഒരു ഡോറുണ്ട്, ഇവിടെ ഒരു സംഭവം. പിന്നെ ഈ ഒരു ഡോറ്, ഇവിടെ 2 ഡോറ്. അത് ഓക്കെ എല്ലാം ഓർത്തിരിപ്പുണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി നേരെ പോകണം. നമ്മൾ ഇനി ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്നത് 8 നേരത്ത് നമ്മളിങ്ങനെ ഈ സെയിം പ്ലാറ്റ്ഫോമിൽ നമ്മൾ പോകണം. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടല്ലോ, ഇത് അത് തന്നെയെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഈ വഴി പോയി കഴിഞ്ഞിട്ട് ടൈമർ സ്റ്റാർട്ടഡ്. ഇപ്പോൾ നമ്മൾ ഒരു നേരത്ത് വന്നിട്ടുണ്ട് കണ്ടോ, 1ാമത്തെ നേരത്ത്. നമ്മളിങ്ങനെ 8 നേരത്ത് പോകണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന് നോക്കാം. ഈ സാധനം ഞാൻ കണ്ടില്ലെന്ന് തോന്നുന്നു, കീപ്പ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം. അത് ഞാൻ അവിടെ ഇവനെ ഞാൻ കണ്ടായിരുന്നു. ഇത് ഇവിടെ ഉണ്ട്. കണ്ട ഓർഡർ തെറ്റാ. കണ്ട നമ്മൾ ആദ്യം കണ്ട സംഭവങ്ങളല്ല ഇത്. കണ്ട ഈ ബ്രഷ് പിടിച്ചിരിക്കണവൻ നമ്മൾ 2ാമതായിട്ട് കണ്ടേ. ഇതിപ്പോൾ ഇവൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇത് അബ്നോർമലായതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു പോകണം. തിരിച്ച് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണേ. ആ സിനിമയിൽ അങ്ങനെയായിരുന്നു. കണ്ട യെസ് കണ്ടോ, 2 കണ്ടോ. നമ്മൾ കളി പിടിച്ച് ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടേ ഒന്ന് പോകത്തുള്ളൂ. കീപ്പ് ലെഫ്റ്റ്. ദൈവം നടന്നു പോകണം, അതുണ്ട്. പിന്നെ ഈ സംഭവം നോ സ്മോക്കിങ്, ഇവനെ കണ്ടു. 1 2 3 4 5 6 7 അത് കറക്റ്റാണ്. 1 2 3 ഡോറ്. ഈ സംഭവം മേളിൽ 2. പിന്നെ ഇതിൻ്റെ മേളിൽ എന്തായിരുന്നു? ഇതിൻ്റെ മേളിൽ എക്സിറ്റ് 8. അപ്പോൾ ഇത് ഇവിടെ ഞാൻ ഇല്ലായിട്ടൊന്നും കാണുന്നില്ല. ഇത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എന്താ എഴുതിച്ചാണ്? ഓക്കെ, അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം. യെസ് 3ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗെയിം മനസ്സിലായില്ലേ, ഇതിങ്ങനെയാണ് കളിക്കണത്. ഇതിൽ ഈ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് അത് ഏത് സ്വിച്ച് നിൽക്കണ്ടേ? ഷിഫ്റ്റ് ആണെന്ന് തോന്നുന്നു. അതെ ഷിഫ്റ്റ്. നമ്മളിപ്പോൾ മൊബൈലിലാണ് കളിക്കുന്നത്, കീബോർഡ് മൗസും കണ്ടേക്കിട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് കീപ്പ് ലെഫ്റ്റ് ഉണ്ട്. ഇത് ഇവനെ കണ്ടു. ഇതെന്താ നോ സ്മോക്കിംഗ്. ഇത് മേളിലല്ലോ, അല്ല മേളിലായിരുന്നു, താരയായിരുന്നു. അയ്യോ, അത് ഞാൻ ഓർക്കുന്നില്ലല്ലോ. എനിക്ക് ഇത് തെറ്റിപ്പോയി.
അതുകൊണ്ട് ഇത് തിരിഞ്ഞിരിക്കണ സംഭവം കണ്ട, എക്സിറ്റ് 8ൻ്റെ സംഭവം കണ്ട. അപ്പോൾ നമ്മൾ നേരെ പുറകോട്ട് പോകണം. നമ്മൾ എത്ര കണ്ടിരിക്കണ്, നമ്മളെ പറ്റിക്കാൻ നോക്കുന്ന. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ 4 ആയിട്ടുണ്ട്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഈസി. ഇങ്ങനെ ഒരു 4 റൗണ്ടാണ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഗെയിം കംപ്ലീറ്റ് ആക്കും. ഇതൊക്കെ എന്ത്. ഫസ്റ്റത്തെ സംഭവം കീപ്പ് ലെഫ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ഈ മച്ചാൻ നടന്നുകൊണ്ട് നമ്മൾ കണ്ടു. പിന്നെ ഈ നോ സ്മോക്കിംഗ് എന്നുള്ള താരയായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. താരയായിരുന്നു. ഓ, അത് ഞാൻ ഓർക്കണില്ല. ഇവിടെ ഇത് കണ്ടു. പിന്നെ ഈ ബ്രഷ് പിടിച്ചവൻ. പിന്നെ ഇത് അത് ഓക്കെ. 1 2 3 ഓക്കെ ഞാൻ തോന്നുന്നു. പോയി നോക്കാം. അല്ലേ നമ്മളിപ്പോൾ തെറ്റിപ്പോയാലും ഒരു ഓർമ്മ കുറയുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് വലിയ വിഷയമില്ല. ഇത് നോ സ്മോക്കിംഗ് 5 ആയിട്ടുണ്ട്. നമ്മൾ രക്ഷപ്പെട്ടു. ഇത് വലിയ പാടില്ലല്ലോ. 0 ഓ ഏസപ്പോൾ നമ്മുടെ തെറ്റിപ്പോയിട്ടുണ്ട്. ഒറ്റയടിക്ക് എല്ലാം പോയി. ആളെ ഞാൻ എത്തിച്ചതായിരുന്നു. ഇനി ഒന്നേന്ന് തുടങ്ങാം. ഇപ്പോൾ ആ നോ സ്മോക്കിങ്ങിൻ്റെ ആണെന്ന് എനിക്ക് തോന്നണേ. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ഇവനെ കണ്ടു. അല്ലാലോ. അപ്പോൾ ഏതാ തെറ്റിപ്പോയി? ഇത് മേളിൽ തന്നെയാണല്ലോ ഇതിൻ്റെ അകത്ത്. നമുക്ക് എന്തായാലും നേരെ ഒന്ന് പോയി നോക്കാം. അല്ല, ഇതൊക്കെ കറക്റ്റാണല്ലോ. അയ്യോ, ഞാൻ എണ്ണിയില്ല. 1 2 3 4 5 6 7 ഏഴെണ്ണമുണ്ടല്ലോ. 3 ഡോറ്. ഇതെന്താ പറ്റി പിന്നെ? ഓ, ഇത് ഓർമ്മല്ലാതെ കുറയണം. ഒന്ന് പോയി കഴിഞ്ഞാൽ മൊത്തം കുറയും. പിന്നെയും തെറ്റിപ്പോയാ. യു മിസ്ഡ് ആൻ അനോമലി. ഇതെന്താണിത്? ഇതിൽ എനിക്ക് തോന്നണേ മറ്റേ നോ സ്മോക്കിങ് താരയായിരുന്നു കേട്ടോ തോന്നണേ. സംഭവം അതാണ്. എന്തായാലും ഇവനെ കണ്ടു. ഈ മേളിൽ വന്നിരിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ചു പോയി നോക്കാം. തിരിച്ചു പോയി കഴിഞ്ഞിട്ട് 1 പറഞ്ഞ് കാണിച്ചാൽ പിന്നെയും മിസ്സായ. എന്താണിത്? ഇപ്പോൾ ഈ ഗെയിം കുറച്ച് പാടായി തുടങ്ങിയിട്ടുണ്ട്. കീപ്പ് ലെഫ്റ്റ് ഓക്കെ. നോ സ്മോക്കിങ് മേളിലാണെന്ന് തോന്നുന്നു. ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഈവനെ നമ്മൾ കണ്ടു. മേളിൽ എക്സിറ്റ് 8. പിന്നെ ഇത് 1 2 3 4 5 6 7 ഇതൊക്കെ ഓക്കെ. ഈ ഡോറും ഓക്കെ. ഈ ഡോറും ഓക്കെ. പിന്നെ ഇതും ഓക്കെ. പിന്നെ എന്താണ് ഇതിൽ പ്രശ്നം? മേളിൽ ഈ സംഭവമൊക്കെ നോക്കണമായിരുന്നു. അയ്യോ, ഇതെന്തോ സാധനം. മേളിലൊരു സംഭവം ഉണ്ട്. ഇവിടെ 2 എണ്ണം. ഏതായാലും ഒന്ന് പോയി നോക്കാം. എല്ലാം കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓ, ഭാഗ്യം. 1 പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓ, ഇനി ഇത് 8 വരെ എത്തിക്കണേ. എന്ത് പാടാണിത്. ഇതവനെ കണ്ടു. നോ സ്മോക്കിംഗ് എക്സിറ്റ് 8. ഇതോ ഇതുണ്ടത് എന്താ? മിസ്റ്റേക്ക്. ഈ ഡോറ് തുറന്ന് കിടക്കുന്നു. അബ്നോർമൽ. അപ്പോൾ നേരെ തിരിച്ചു പോവുക. ഓക്കെ, 2 ആയിട്ടുണ്ട്. ഇത് കളിച്ചിരിക്കാൻ അടിപൊളിയാണ്. കീപ്പ് ലെഫ്റ്റ്. ഇവൻ സ്പീഡിലോടി. അബ്നോർമൽ. ഇതുവരെ പയ്യെ പൊക്കൊണ്ടിരുന്നവൻ സ്പീഡിലോടി. അത് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വേഗം തിരിച്ചു പോകണം. 3 ആയിട്ടുണ്ട്. ഇതൊക്കെ ഈസി പീസി ബ്രോ. ഇവൻ അവിടെ നിന്ന് പയ്യെ വരുന്നുള്ളൂ. അത് അബ്നോർമലാണോ? ഇവൻ ഇച്ചിരി പയ്യാണ് വന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. പോസ്റ്ററെല്ലാം കറക്റ്റാണ്. 7 എണ്ണം തന്നെയുണ്ട്. പിന്നെ ഇവൻ കുറച്ച് സ്ലോ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചൊന്ന് പോയി നോക്കാം എങ്ങനെയാന്ന്. ചിലപ്പോൾ ഇനി തിരിച്ചു പോയി കഴിയുമ്പോൾ 0 ആവാൻ സാധ്യതയുണ്ട്. ഇല്ല, കറക്റ്റ്. യെസ്, നമ്മൾ പിന്നെയും 4-ാമത്തേൽ എത്തിയിട്ടുണ്ട്. അവൻ പിന്നെയും സ്ലോ ആണല്ലോ. കീപ്പ് ലെഫ്റ്റ് ഓക്കെ. ഇത് ഓക്കെയാണ്. ഇതെല്ലാം ഓക്കെയാണ്. ഇവൻ പയ്യെ വന്നുകൊണ്ട് നമുക്ക് തിരിച്ചു പോയി നോക്കാം. ഇവൻ പയ്യല്ലേ വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് തിരിച്ചു പോയി നോക്കാം. ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അയ്യോ, മൂഞ്ചി. അത് കറക്റ്റായിരുന്നു. നമ്മൾ എന്തോ മണ്ടത്തരം കാണിച്ച് 0 ആയിട്ടുണ്ട്. ഞാൻ ഇനി പിന്നെ 4 വരെ എത്തിക്കണം. ഇതെന്തൊരു പാടാണിത്. ഇത് കറക്റ്റ് ഞാൻ 4 എത്തുമ്പോഴാണ് ഇവന്മാരെന്നെ തോപ്പിക്കണത്. ഞാൻ എന്തായാലും നേരെ പോയി. ഇതൊക്കെ കറക്റ്റ് തന്നെ ആയിരിക്കും. അല്ല പിന്നെ 0-ലെല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നേരെ അങ്ങ് പോയാൽ മതി. 1 ആയിട്ടുണ്ട്. ഇനി ഇത് 8 വരെ എത്തിക്കണമെങ്കിൽ
പറ്റുമോ എന്ന് നോക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു പാർട്ട് 2 ആയിട്ട് വരും. നോ സ്മോക്കിംഗ് ഉണ്ട്, ദേവൻ പയ്യെ വരുന്നുള്ളൂ. അയ്യോ, ഇവിടെ എക്സിറ്റ് 8 ഇതൊക്കെ, ഈ പോസ്റ്റർ ഓക്കെ, ഇത് ഈ സാധനം 2 ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. ഇതൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഓക്കെ, 2 ആയിട്ടുണ്ട്. കീപ്പ് ലെഫ്റ്റ്. ഇതവൻ്റെ നടത്തത്തിൽ വ്യത്യാസമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെയാണ്. അല്ല, ഓക്കെ അല്ല. അതെ കണ്ട, അതേ ഇവിടെ ഒരു നിഴലല്ലേ കാണുന്നേ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ പ്രേതമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ചു പോകണം. യെസ്, 3 ആയിട്ടുണ്ട്. ഇത് 8 വരെ എത്തിക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. ഇവിടെയെല്ലാം ഓക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്താ, നോ സ്മോക്കിങ്, പോസ്റ്റർ എല്ലാം കറക്റ്റ്. അതെ വ്യത്യാസം 4 ആയിട്ടുണ്ട്. നോ സ്മോക്കിംഗ്, എക്സിറ്റ് 8 ഇത് ഓക്കെയാണ്, അത് ഓക്കെയാണ്, ഇതൊക്കെ ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അയ്യോ, അങ്ങോട്ട് പോകാൻ എനിക്ക് ഇച്ചിരി 5 ആയി. യെസ്, ഇനി ഒരു 3 മതി. കീപ്പ് ലെഫ്റ്റ്, നോ സ്മോക്കിംഗ്, എക്സിറ്റ് 8 ഇതൊക്കെ ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണെന്ന് തോന്നുന്നു. എല്ലാം ഓക്കെയാണ്. അങ്ങനെ 6 ആയിട്ടുണ്ട്. ഇനി 2 നമ്മളിത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. ഇവിടെ എന്താണ്, കീപ്പ് ലെഫ്റ്റ് ഓക്കെ, നോ സ്മോക്കിംഗ്, എക്സിറ്റ് 8 മേളിൽ ഓക്കെയാണ്, ഇവിടെ ഓക്കെയാണ്, ഇവിടെ ഓക്കെയാണോ, ഇവിടെ ഓക്കെയാണ്, ഇതൊക്കെ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. മേളിൽ ഇത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ ഈ ഒരു സാധനം? അയ്യോ, ഇത് ഞാൻ ഇതിൻ്റെ മുമ്പ് കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് എനിക്ക് തിരിച്ചു പോകാനൊരു പേടി. എന്തായാലും ഞാൻ നേരെ പോവാ. തോറ്റ നമ്മൾ ഒന്നുകൂടെ തുടങ്ങും, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് മണ്ടത്തരാന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, യെസ്, 7 ലാസ്റ്റ് റൗണ്ട്. ഇത് നമുക്ക് ഒറ്റയ്ക്കൊരു നിർത്തണം പോയി കഴിഞ്ഞാൽ എക്സിറ്റ് 8 ആവും. അപ്പം നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കും ഗെയിം. അപ്പം ഇതിലെന്തെങ്കിലും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയുള്ള പണി കാണും. കീപ്പ് ലെഫ്റ്റ് ഓക്കെയാണ്, ഇവൻ ഓക്കെയാണ്, നോ സ്മോക്കിംഗ് ഓക്കെയാണ്, മേളിലും ഓക്കെയാണ്, ഇത് ഓക്കെയാണ്. ഓക്കെ, എല്ലാം ഓക്കെ ആണല്ലോ. ഐഷ്, ഇത് ഇത്ര ഉണ്ടായിരുന്ന ഈ ഗെയിം. ഐസ്, ഇപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ആക്കി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കംപ്ലീറ്റ് ആയി എക്സിറ്റ് 8. യെസ്, ഇപ്പോൾ നമ്മളങ്ങനെ ഒരു ഗെയിം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി നേരെ മേളിലേക്ക് പോവാം. ഓക്കെ, ഫൈനലി നമ്മൾ എക്സിറ്റ് 8 എന്ന് പറഞ്ഞൊരു ഗെയിമും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച അത്ര പാടില്ല, എന്നാലും കുഴപ്പമില്ല, എളുപ്പമായിരുന്നു. പിന്നെ അടുത്ത ഗെയിം ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏത് കാണിച്ചാൽ എന്തോ നമ്മൾ 50 വർഷമായിട്ട് ഇതിൽ കുടുങ്ങി കിടക്കുമായിരുന്നു, അങ്ങനെ എന്താണ്. ഏതായാലും കുഴപ്പമില്ല, അത്യാവശ്യം കളിച്ചിരിക്കാൻ സുഖമുണ്ട്. നമ്മളെല്ലാം ഓർത്തിരുന്ന് പോകണമല്ലോ. പിന്നെ ഞാൻ അടുത്ത് കളിക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്ക് റൂംസിൻ്റെ, എനിക്കിത് കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാനത് അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യാം. പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരും. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാഡ് എൻഡിങ്ങാ, എന്താണിത്? 11 മിനിറ്റ് കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയ. യു മിസ്ഡ് 4 അനോമലീസ്. 4 മോനെ ഞാൻ മിസ്സാക്കിയിട്ടുള്ളൂ. ബാക്കി നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ലേ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ബാഡ് എൻഡിങ് അതെന്ന് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ, അടുത്ത വീഡിയോ കാണാം. ഓക്കെ.